സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ പ്രൊഡക്റ്റ് റിവ്യൂസാണ്. പാലക്കാടുള്ള ലിയോ എക്സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവരുടെ കുറേ പ്രൊഡക്ട്സ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ആ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട നമ്മുടെ കൃഷിയെ സഹായിക്കുന്ന കുറേ പ്രൊഡക്ട്സാണ്. അത് നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഇതുവഴി, ഈ ഒരു വീഡിയോ വഴി. അവർ നമുക്ക് സീപ്പോം, നമ്മളെപ്പോഴും പറയുന്നതാണ് സീപ്പോം എന്ന് പറയുന്ന ജൈവവളം, അത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. സാമ്പിൾ 2 കിലോയുടെ ഒരു പാക്കാണ്. ഇത് കൊക്കോപീറ്റ്, നിയോപീറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇവരുടെ ഉൽപ്പന്നത്തിൻ്റെ പേര് ലിയോപീറ്റ് എന്നാണ്. ലിയോപീറ്റ് ചകിരിച്ചോറ് അത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഇതാണ് റെഡി ടു യൂസ് ഗ്രോ ബാഗ്. ഇത്രയും ഈ ഒരു 3 പ്രൊഡക്ട്സ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഓരോ പ്രൊഡക്ട്സും സെപ്പറേറ്റ് വീഡിയോസായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ ഈ ലിയോ ഗ്രോ ഈസി എന്ന് പറയുന്ന റെഡി ടു യൂസ് ഗ്രോ ബാഗ്, ഇതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത്. ആദ്യമേ പറയുകയാണ്, ഇതൊരു പെയ്ഡ് സ്പോൺസേഡ് റിവ്യൂ അല്ല. നമുക്ക് ഇൻട്രസ്റ്റ് തോന്നി, നല്ല പ്രൊഡക്ട്സാണ്, നമ്മളെ യൂസ്ഫുള്ളാണ് എന്ന് തോന്നി, അതുകൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തുകയാണ്. അതാദ്യം ഓർമ്മ വെക്കുക. നമുക്ക് ആദ്യം ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്, ലിയോ ഗ്രോ ഈസി. അതിൻ്റെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നമുക്കൊന്ന് നോക്കാം. അതെന്താണ്, അതിൻ്റെ കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇത് ലിയോ ഗ്രോ ഈസി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു റെഡി ടു യൂസ് ഗ്രോ ബാഗാണ്. കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഉള്ള ഒരേ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. മണ്ണ് കിട്ടാനുള്ള പ്രശ്നമുണ്ട്, ജൈവവളങ്ങൾ സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, ഗ്രോ ബാഗ് കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഈ കൃഷി ഇഷ്ടപ്പെടുന്ന ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കമൻസൊക്കെ വായിച്ചാൽ അറിയാം മണ്ണ് കിട്ടാനും മറ്റു കാര്യങ്ങളൊക്കെ വിഷമിക്കുന്ന ആളുകളുടെ അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണിത്, ഈ ഒരു ലിയോ എക്സ്പോർട്സിൻ്റെ ഗ്രോ ഈസി എന്ന് പറയുന്ന ഈ ഒരു ഉൽപ്പന്നം. ഇതിലൊരു ഗ്രോ ബാഗ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് അവർ നമുക്ക് വേണ്ട, ചെടി വളരാൻ വേണ്ട സോയിൽ, അവരുടെ കുറച്ച് കൊക്കോപീറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് ആണ് അവർ അയച്ചിരിക്കുന്നത്. ഈ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗാണെന്ന്. ഓക്കെ, ഇതവർ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഇത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം അതെന്താ അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും ചകിരിച്ചോറ്. ഇത് പ്രോസസ്സ് ചെയ്ത ചകിരിച്ചോറാണ്, പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചകിരിച്ചോറാണ്. അതിൻ്റെ കൂടെ കുറച്ച് വളങ്ങളും കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എല്ലുപൊടിയുണ്ട്, മറ്റ് വേറെ എന്തൊക്കെയോ ഇതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഇത് കൊള്ളാം എന്നാണ് നമുക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് മണ്ണ് കിട്ടാനും മറ്റ് ജൈവ വളങ്ങൾ കിട്ടാനും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇവരിത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. മിനിമം റിക്വയർമെൻ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ നമ്മൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ ആ നമ്പറിൽ അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ അവർ നിങ്ങളോട് പറയുന്നതാണ്. ഇത് നമ്മൾ ഈ കൊക്കോപീറ്റ് അല്ലെങ്കിൽ ലിയോപീറ്റ്, ഇവരുടേത് ലിയോപീറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. ഇത് ചകിരിയാണ്. നമ്മുടെ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ വീട്ടിലെ ചകിരി ഉപയോഗിക്കാമോ എന്ന് പലരും ചോദിച്ചിരുന്നു. ശരിക്കും അതിന് 2 കാര്യങ്ങളുണ്ട് അതിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും ചകിരി കിട്ടണമെങ്കിൽ നമ്മൾ എത്ര തൊണ്ട് നമ്മൾ എടുക്കണം, അത് എത്രത്തോളം മെനക്കെടണം, അതൊന്ന് ആലോചിച്ച് വയ്ക്കുക ഫസ്റ്റ്. ഓക്കെ, നമ്മളത് അത്രയും കഷ്ടപ്പെട്ട് അതിൽ നിന്ന് ചകിരി എടുത്താൽ അത് ഉപയോഗിക്കാൻ കൊള്ളുമോ? ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ചകിരിയിൽ പുളിപ്പ് എന്ന് പറയുന്ന കണ്ടൻ്റ് ഉണ്ട്, പുളിപ്പ് കൂടുതലാണ്. അത് നമുക്ക് ചെടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഇതവർ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണ്. അപ്പം നമുക്ക് മണ്ണിന് പകരമായി അല്ലെങ്കിൽ മണ്ണിനോടൊപ്പം ചേർന്നും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീട്ടിലെ ചകിരി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇതാണ്. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് വെള്ളത്തിൽ കുതിർക്കുക എന്നുള്ളതാണ്. ഇത് വികസിക്കും. ഇപ്പോൾ നമ്മളിത് കാണുന്ന പോലെ ഇത് പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മളിതിൻ്റെ ഒരു 3-4 ഇരട്ടിയായിട്ട് ഇത് വരും. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഇതും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഈ ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടി നടാനുള്ള മീഡിയമായി. അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഓക്കെയാണ്. ഇതിൽ അത്യാവശ്യം വേണ്ട വളങ്ങളും തന്നിട്ടുണ്ട്. ഈസിയാണ്, അവർക്ക് കൊറിയർ അയച്ചു തരും.
അങ്ങനെ പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ വില മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനാണ്, വേണ്ട ആവശ്യമുള്ള ആളുകൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഞാനിതൊന്ന് ഫില്ല് ചെയ്യണം. നമുക്ക് ആ ഒരു പോർഷൻ കൂടി നമുക്ക് നോക്കാം. ആ 2 പാർട്സ് ഇട്ടിട്ടുണ്ട്. ആ ലിയോ പീറ്റ് ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണാം, ഒരു ചെറിയ ഒരു പീസായിരുന്നു. അതിപ്പോൾ ഇനി നന്നായിട്ട് ഇതിൻ്റെ ഒരു 3-4 ഇരട്ടിയായിട്ട് അത് വികസിച്ച് വരും. അതുപോലെ അത് പ്രസ് ചെയ്താണ് ആ ചകിരി വെച്ചിരിക്കുന്നത്. ഓക്കെ, കുറച്ച് സമയം എടുക്കും. അപ്പോഴേക്കും ഇത് വെള്ളം വേണ്ട പോലെ ഒഴിച്ചു കൊടുക്കും. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക കുതിർന്ന് വരുന്നതിനനുസരിച്ച്. അതിനുശേഷം നമ്മുടെ അവർ തന്നിരിക്കുന്ന വളം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാഗിൽ ഫില്ല് ചെയ്യാം. ഓക്കെ, ഒന്നാകട്ടെ, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു കുറച്ച് സമയം എടുക്കുകയാണ്, നമ്മളൊന്ന് അത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആ ഇതിൽ ഇടുന്ന ലിയോ പീറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനതിൽ ഫില്ല് ചെയ്യുകയാണ്. ശരിക്കും കൊള്ളാം, എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ ഓക്കെയാണ്. നേരത്തെ ഒന്ന് പറഞ്ഞു, നമുക്കിനി വീട്ടിൽ ജൈവവളങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി മിക്സ് ചെയ്തിടാൻ അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ പറയുന്ന പോലെ വിഷമതകൾ അനുഭവിക്കുകയാണെങ്കിൽ, മണ്ണ് കിട്ടാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പെയ്ഡ് പോസ്റ്റ് അല്ല, ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പെയ്ഡ് പോസ്റ്റ് അല്ല. അവരൊരു പ്രൊഡക്റ്റ് അയച്ചു തന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഡെമോ ചെയ്യുകയാണ്. ലിയോ ഗ്രോ ഈസി. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 2 പ്രൊഡക്റ്റ് കൂടിയുണ്ട്, അത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മൾ ഈ ഒരു ചകിരിച്ചോറിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് വെള്ളം അബ്സോർബ് ചെയ്യുമെന്നുള്ളതാണ്. ഒരു 5 ഇരട്ടി വരെ മണ്ണ്, സാധാരണ നോർമൽ മണ്ണ് അബ്സോർബ് ചെയ്യുന്നതിൻ്റെ 5 ഇരട്ടി വരെ വെള്ളം അബ്സോർബ് ചെയ്യും. അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് നമുക്ക് ജലസേചനത്തിൻ്റെ അളവ് കുറയ്ക്കാമെന്നുള്ളതാണ്. 1-2 ദിവസം നിങ്ങൾ വീട്ടിലില്ല എങ്കിൽ കൂടിയും ചെടികൾക്ക് കുഴപ്പമൊന്നും വരില്ല. ഒരു തവണ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അബ്സോർവ് ചെയ്യുകയും ചെടികൾക്ക് വെള്ളം കിട്ടുകയും ചെയ്യും. ഒരു വലിയ പ്ലസ് പോയിൻ്റാണത്. അതുപോലെ തന്നെ മണ്ണിൻ്റെ വെയിറ്റ് കുറയും. മണ്ണ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് വെയിറ്റാണ്. ഇത് അത്രയും വെയിറ്റ് ഒന്നുമില്ല, കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി അവരുടെ ഒരു പ്രൊഡക്റ്റ് ലിയോ പീറ്റ്, കൊക്കോ പീറ്റ് എന്ന് പറയുന്ന ലിയോ പീറ്റ്, അതിൻ്റെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാം. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്, ലിയോ ഗ്രോ ഈസി. കുറച്ച് ലെങ്തി ആയിരിക്കും വീഡിയോ, ക്ഷമിക്കുക. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഇല്ല, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അപ്പം തന്നെ പറയുകയാണ്. അപ്പോൾ വാക്കുകൾ കിട്ടാതെ വരുമ്പോഴാണ് ഈ ഒരു റിപ്പീറ്റ്നെസ് വരുന്നത്. സദയം ക്ഷമിക്കുക. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുണ്ട്, അല്ലെങ്കിൽ വീഡിയോയുടെ ഡീറ്റെയിൽസ് താഴെയുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും. താല്പര്യമുള്ള ആളുകൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണിത്. നന്ദി, നമസ്കാരം.